ഹലോ ഗൈസ്, ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ കേരളത്തിലെ പെൺകുട്ടികൾ, അതായത് കല്യാണം കഴിഞ്ഞ പെൺകുട്ടികൾ ആത്മഹത്യയിലേക്ക് പോകുന്ന ഒരു പ്രവണത കണ്ടുവരുന്നുണ്ട്. അപ്പോൾ സ്വന്തം കുഞ്ഞിനെ വരെ കൊന്നിട്ട് അവർ ആത്മഹത്യ ചെയ്യുന്ന ഒരു അവസ്ഥ. അപ്പോൾ ഇവരൊക്കെ ഈ ഒരു അവസ്ഥയിൽ എത്തിപ്പെടാൻ കാരണം എന്താ? ആ കെട്ടിപ്പോയ വീട്ടിലെ അവരുടെ ടോർച്ചറിങ്ങും അവരുടെ കുത്തുവാക്കുകളും അവരുടെ അവഗണനയും, അതായത് ഹസ്ബൻഡിൻ്റെ അവഗണനയൊക്കെ കൊണ്ടാണ്. അപ്പോൾ ഈ പെൺകുട്ടികളൊക്കെ തന്നെ 100ഉം 200ഉം 500ഉം പവനൊക്കെ ഇട്ട് ആഡംബരമായിട്ട് വിവാഹമൊക്കെ അവരുടെ വീട്ടുകാർ നടത്തി കൊടുത്ത് ലക്ഷറി കാറൊക്കെ വൻ തുകകളും ഒക്കെ സ്ത്രീധനമായിട്ട് കൊടുത്തിട്ട് ഇവർ പോയതാണ്. അപ്പോൾ ഇവർ ഈ വീട്ടുകാരുടെ വിചാരം വെച്ചാൽ, ഇത്രയും പൈസയെ കൊണ്ടുപോകുമ്പോൾ എൻ്റെ മകളെ അങ്ങ് രാജകുമാരിയായിട്ട് അങ്ങ് വാഴിക്കുമെന്നാണ് മാതാപിതാക്കളുടെ ഒരു വിചാരം എന്ന് പറയുന്നത്. പക്ഷെ അവിടെ ഈ ഇത്രയും പൈസയും കൊണ്ട് അവിടെ പോകുമ്പോൾ അവർക്കവിടെ തികയുന്നില്ല. ഇനിയും കൊണ്ടുപോവാ എന്നും പറഞ്ഞുകൊണ്ട് അവരുടെ വീട്ടുകാർ അതായത് അവരുടെ ഭർത്ത വീട്ടുകാർ അവളെ വീണ്ടും ടോർച്ചർ ചെയ്യുകയാണ് പൈസയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് ഈ പെൺപിള്ളേരുടെ അച്ഛനും അമ്മമാരോട് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, എന്തിനാണ് പൈസ കൊടുത്ത് മകളെ കൊല്ലാനായിട്ട് കൊട്ടേഷൻ കൊടുക്കും പോലെയാണ് ഈ സ്ത്രീധനം, ഈ ഡൗറി സിസ്റ്റം എന്നൊക്കെ പറയുന്നത്. നമ്മൾ നമ്മുടെ പെൺമക്കളെ വളർത്തിക്കൊണ്ട് വന്ന് അവരെ കൊല്ലാനായിട്ട് നമ്മൾ കൊട്ടേഷൻ കൊടുക്കും പോലെയാണ്. പിന്നെ ഇതിൻ്റെ പുറകെ പോയി കേസ് വഴക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതൊക്കെ തിരിച്ചു കിട്ടുമോ? ഇതൊക്കെ വർഷങ്ങളൊക്കെ എടുക്കും. പിന്നെ നമ്മുടെ മക്കൾ മരിച്ചു പോയി, ഇനി അതിലെന്ത്? അവർ പിന്നെ അതിലോട്ടൊക്കെ മുതിരുമോ? ഇല്ല. കുറച്ച് കാലമൊക്കെ ഇങ്ങനെ ഈ മീഡിയാസിലൊക്കെ വന്നിരുന്ന് കരയാവുന്നല്ലേ ഉള്ളൂ. പോയത് പോയി. പിന്നെയുള്ള കാര്യം എന്ന് പറയുന്നത്, ഇത്രയും ആഡംബരങ്ങളായിട്ടുള്ള ഇങ്ങനെയുള്ള ഇതൊക്കെ നിരോധിക്കണം. ചെറുക്കൻ പാവമല്ലേ, ആ സമയത്തൊക്കെ പാവമായിരിക്കും, നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നവരെ പാവമായിരിക്കും. എല്ലാം വാങ്ങിച്ച് കഴിയുമ്പോൾ പിന്നെ അവരുടെ തനി ഗുണമൊക്കെ അവർ പുറത്തെടുക്കത്തുള്ളൂ. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇങ്ങനെ ആത്മഹത്യയിലേക്ക് പോകുന്ന ഇങ്ങനെ ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം അവസാനിച്ചു എന്ന് വിചാരിക്കുന്ന പെൺകുട്ടികളോടാണ് ഞാൻ പറയുന്നത്. ലവ് മാരേജ് ചെയ്ത്, അതായത് വീട്ടുകാരുടെ പോലും സപ്പോർട്ടില്ലാതെ ഇറങ്ങിപ്പോയി അവരുടെ വീട്ടിൽ ഈ സ്വർണ്ണം പണം ഒന്നും കൊണ്ടുപോകാതെ പോയി ഇപ്പോഴും ആ വീടുകളിൽ ജീവിക്കുന്നവരുണ്ട്. സ്വന്തം മക്കളെ ഓർത്തും അല്ലെങ്കിൽ അല്ലെങ്കിൽ സ്വന്തം ഈ ഭർത്താവിനെയൊക്കെ മാറ്റിയെടുക്കുന്ന പെൺകുട്ടികൾ നമ്മുടെ കേരളത്തിൽ ഉണ്ട്. നമ്മൾ സമയം കൊടുക്കണം. അല്ലെങ്കിൽ ഇടിപിടിയെന്നൊക്കെ കൊടുത്തൊരു തീരുമാനം എടുക്കുന്നല്ലേ. എന്തൊരു പ്രശ്നവും അത് സോൾവായി കിട്ടാൻ വേണ്ടി കുറച്ച് സമയം കൊടുക്കണം. നമ്മൾ ആദ്യം പറയണം, അവരോട് പറഞ്ഞ് സംസാരിച്ച് നോക്കുക. അല്ലെങ്കിൽ വീട്ടിൽ വന്ന് പറയും. വീട്ടിൽ വന്ന് വീട്ടുകാർ നോക്കുന്നില്ല, അല്ലെങ്കിൽ വീട്ടുകാർ പറയാണ് നീ അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് പറയുകയാണെങ്കിൽ അവരോട് പറയണം, നിങ്ങളാണെങ്കിൽ ഈ ഒരു അവസ്ഥയിൽ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുമോ? അപ്പോൾ പണ്ടുള്ള അമ്മമാരൊക്കെ ആണെങ്കിൽ പറയും, മക്കളെ കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്താൽ മാത്രമേ ചെയ്യാം, കുറച്ചൊക്കെ വിട്ടുവീഴ്ച ചെയ്യാം. ഇപ്പോൾ ഭർത്താവ് 1 പറയുമ്പോൾ ഭാര്യ 10 പറഞ്ഞുകൊണ്ട് നിൽക്കണമെന്നില്ല. കുറച്ചൊക്കെ ഒരു വിട്ടുവീഴ്ചയെന്ന് പറയുമ്പം നമുക്ക് പറ്റുന്നതൊക്കെ. ഒരാൾ ദേഷ്യപ്പെട്ട് സംസാരിച്ച് വയലൻ്റായി നിൽക്കുകയാണ്, ആ സമയത്ത് നമ്മൾ കൂടി വയലൻ്റായിട്ട് നിൽക്കരുത്. നമ്മളൊന്ന് താഴ്ന്ന് സംസാരിക്കണം. ശരി. അല്ലെങ്കിൽ അയാൾ നമ്മളെ ഉപദ്രവിക്കാൻ വരികയാണ്, മാറിപ്പോവുക, ഒഴിവാവുക, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിരിക്കുക. ഈ റൂമിനകത്ത് തന്നെ ഇങ്ങനെ അടഞ്ഞിരിക്കുമ്പോൾ, വെളിയിരിക്കുമ്പോൾ അമ്മായിയമ്മ ഇങ്ങനെ ടോർച്ചർ ചെയ്യാൻ വരുന്നു അങ്ങനെ എന്നൊക്കെ പറഞ്ഞാൽ, ആ വീട്ടിൽ വേറെ സ്ഥലങ്ങളൊന്നും ഇല്ലേ? അല്ലെങ്കിൽ ബാത്റൂമിൽ പോയി ഇരിക്കണം വിഷമം വരുവാണെങ്കിൽ. കുറച്ച് കഴിയുമ്പോൾ വരും. എപ്പോഴും അവരിങ്ങനെ നമ്മളെ ഇങ്ങനെ ഇതായിക്കൊണ്ടിരിക്കത്തൊന്നുമില്ല. പിന്നൊരു കാര്യം എന്ന് പറയണത്, നമ്മൾ ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ ഒന്ന് ആലോചിക്കുക. നമ്മൾ പോയിക്കഴിഞ്ഞാൽ നമുക്ക് മാത്രമേ നഷ്ടമുള്ളൂ. ഭൂമിയിൽ ദൈവം നമുക്കൊരു ജന്മം തന്നു, ഒരു ജീവിതം തന്നു. നമ്മളപ്പം നമ്മുടെ സന്തോഷത്തിനനുസരിച്ച് ജീവിക്കുക. മറ്റുള്ളവർക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്ത് ജീവിക്കരുത്. നമ്മൾ നോക്കണം, ഒരു പരിധി വരെയൊക്കെ നോക്കണം, അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുമോ ഇല്ലേ എന്നൊക്കെ. ഇപ്പം അഡ്ജസ്റ്റ്മെൻ്റ് എന്ന് പറയുമ്പോൾ എല്ലാം അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യണമെന്നല്ല അതിനർത്ഥം. ഇപ്പോൾ പുള്ളിക്കാരൻ നല്ലൊരു ദേഷ്യമുള്ളൊരു വ്യക്തിയാണെങ്കിൽ നമ്മൾ പിന്നെ ഇങ്ങനെ മാനസികമായിട്ട് അസുഖമൊക്കെ ഉള്ളവരെയൊക്കെ അങ്ങനെയൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരോട് തുടർന്ന് ജീവിക്കാതിരിക്കുന്നതാണ് നല്ലത്.
അങ്ങനെ ജീവിച്ചു കഴിഞ്ഞാൽ അത് ശരിയാവില്ല, അങ്ങനെ മാനസിക രോഗികളോടൊന്നും സംശയ രോഗികളോടൊന്നും നമ്മൾ ജീവിക്കാതിരിക്കുക. അതാണ് നമ്മുടെ ആരോഗ്യത്തിന് നല്ലത്. അതാണ്. ഇനി ഇങ്ങനെ ഈ ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പ്രവണത കൊണ്ടുകൊണ്ടിരിക്കുന്ന പെണ്ണുങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ ഇട്ടിട്ട് പോരുക. ഇപ്പോൾ സമൂഹത്തിലെ എല്ലാവരും നമ്മളെ കുത്തിപ്പറയും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ദിവസം പറയും, 9 ദിവസം പറയും, 10 ദിവസം പറയും. ഈ വർഷക്കണക്കിന് അവർ അയ്യോ അത് അവളിങ്ങനെ അവളിങ്ങനെ വന്ന് നിൽക്കുന്നു ഇങ്ങനെ പറയൂ. വന്ന് നിൽക്കണമെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിലല്ലേ വന്ന് നിൽക്കുക. അല്ലെ അച്ഛനും അമ്മയ്ക്കും ഒരു സ്വരക്കേടാണെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും ഹോസ്റ്റലോ അങ്ങനെ എന്തെങ്കിലും മാറണം. ഇപ്പോൾ വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ജോലി, ഇപ്പോൾ വിദ്യാഭ്യാസമുള്ള ജോലി, ഇപ്പം എന്തെല്ലാം ജോലി ചെയ്ത് വനിതകൾ ഇപ്പോൾ ജീവിക്കുന്നുണ്ട്. പണ്ടത്തെ കാലമൊന്നുമല്ല, ഇപ്പോൾ എവിടെ പോയാലും ജോലിയുണ്ട്. നമ്മൾ ഇറങ്ങി വരാം. നമ്മളല്ലെങ്കിൽ കൊമ്പത്തേ നിൽക്കത്തുള്ളൂ, അല്ലെങ്കിൽ ഞാൻ ഇന്ന ജോലി ചെയ്ത് നിൽക്കുകയുള്ളൂ എന്നല്ല. തോപ്പ് ജോലി ആയാലും ക്ലീനിങ് ജോലി ആയാലും അത് ചെയ്ത് നമുക്ക് ജീവിക്കണം. നമുക്ക് മനസ്സമാധാനമാണല്ലോ വേണ്ടത്. അങ്ങനെയൊക്കെ. അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും സഹായങ്ങളൊക്കെ ചോദിക്കണം. അങ്ങനെ നമ്മൾ ജീവിക്കണം. അല്ലാതെ നമ്മളിങ്ങനെ സ്വന്തം കുഞ്ഞിനെ വരെയൊക്കെ കൊന്നിട്ട് ജീവിക്കുക. എന്തിനാ പിന്നെ ജന്മം കൊടുക്കാൻ പോയത്? കഴിഞ്ഞ ദിവസം മരിച്ച വിഭജിക എന്ന് പറയുന്നൊരു പെൺകുട്ടി വളരെയധികം മണ്ടത്തരമാണ് അത് ചെയ്തത്, അതും അബ്രോഡിൽ. അപ്പം അങ്ങനെ ഉള്ളൊരു സമയം നമ്മൾ തിരിച്ച് വരാൻ നോക്കണം. അല്ലെങ്കിൽ കുട്ടികളെ ഓർത്ത് ഇപ്പം വീട്ടിൽ പറഞ്ഞിട്ട് ഇതുപോലെയാണ്, അല്ലെങ്കിൽ നമ്മളെ ആരെങ്കിലും നമ്മളടുത്ത് കുറച്ചും കൂടെ സ്കൂളിൽ സ്നേഹം, വീട്ടിൽ അച്ഛനോ അമ്മയോ അല്ല, ചിലപ്പം സാധാരണയായിട്ടും അച്ഛന്മാർക്കാണ് മക്കളോട് ഭയങ്കര സ്നേഹം. അപ്പം അച്ഛൻ ഇതുപോലെയാണ് എൻ്റെ കുട്ടീനെ വരെ അവോയ്ഡ് ചെയ്യുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ കുട്ടികളെ ഉപദ്രവിക്കുന്ന ഒരു സാഹചര്യമാണ് എന്ന് പറയുമ്പോൾ അവരൊരിക്കലും സ്വന്തം അച്ഛനും അമ്മയല്ലേ, അവർ അങ്ങനെ സപ്പോർട്ട് ചെയ്യാതിരിക്കില്ല. തിരിച്ച് വരാൻ പറയണം. അല്ലെങ്കിൽ ഒരു 6 മാസം വന്ന്, അല്ലെങ്കിൽ 1-2 മാസം വീട്ടിൽ വന്ന് നിന്ന് നോക്കണം എങ്ങനെയാണ് എന്നുള്ളത്. നമ്മൾ എടിപടി ഓരോന്നൊക്കെ ചെയ്യുന്നത് എടുത്ത് ചാടരുത്, വെയിറ്റ് ചെയ്യണം. ഒരടി അടിച്ചു അല്ലെങ്കിൽ നമ്മളെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞിട്ട് എങ്കിൽ ഞാനങ്ങ് ചകത്തേക്കാം, അവർക്ക് സമാധാനം ആവുമല്ലോ എന്ന് വിചാരിച്ച് അത് ശുദ്ധ മണ്ടത്തരമായിട്ടുള്ള കാര്യമാണ്. നമ്മൾ വെയിറ്റ് ചെയ്യുക, സമയം കൊടുക്കുക. അങ്ങനെ നിരന്തര ഉപദ്രവമാണെങ്കിൽ അവിടെ തയ്ച്ച് നിൽക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ വീട്ടിൽ കയറ്റുന്നില്ലെങ്കിൽ വനിതാ ശിശു സംരക്ഷണ കേന്ദ്രങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മളെ നാട്ടിൽ നമ്മളെ സംരക്ഷിക്കാനായിട്ട് ഒത്തിരി നിയമങ്ങളും കാര്യങ്ങളും ഉണ്ട്. നമ്മളെ വിശ്വസിക്കുക. അല്ലെങ്കിൽ സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു ജോലി കണ്ടെത്തി അങ്ങനെ വീട്ടിൽ നിന്നുകൊണ്ട് തന്നെ, എപ്പോഴും വീട്ടിൽ തന്നെ ഇരിക്കാതെ വീട്ടിലോട്ട് വന്നിട്ട് എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങണം. ഇപ്പോൾ കുട്ടീനെ നോക്കാൻ ആരുമില്ല, സ്വന്തം അച്ഛനും അമ്മയ്ക്കും കുട്ടിയെ നോക്കാൻ പറ്റുന്നില്ല, എനിക്ക് എന്തെങ്കിലും ഡേ കെയറിലൊക്കെ രാവിലെ കൊണ്ട് ആക്കിയിട്ട്. അപ്പോൾ ഞാനൊരു സോഷ്യൽ വർക്ക് പഠിച്ചൊരു ആളാണ്. അപ്പം ഞാൻ ഒരു സ്ഥാപനത്തിൽ ഇൻറ്റേൺഷിപ്പ് ചെയ്ത സമയത്ത് അവിടെ 2-3 കുട്ടികളുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഈ കുട്ടികളെന്താ വീട്ടുകാർ കൊണ്ട് ഉപേക്ഷിച്ചതാണെന്നാണ്. അപ്പം അവിടുത്തെ അവർ പറഞ്ഞത് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ അമ്മമാർ, അതായത് അവർ പുറത്തുനിന്നെന്തോ വന്നതാണ്, ഈ ബംഗ്ലാദേശോ ആന്ധ്രാപ്രദേശോ അവിടെ നിന്ന് വന്നതാണ്. അപ്പോൾ അവർക്ക് കുട്ടികളെ അവരുടെ ജോലി സ്ഥലത്ത് കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് ഇവിടെ കൊണ്ടാക്കിയിരിക്കുന്നു. അവർ ജോലി കഴിഞ്ഞ് നാട്ടിലേക്ക് പോകുന്ന സമയത്ത് കുട്ടികളെയും കൊണ്ടങ്ങ് പോകും. അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ അവർ കുട്ടികളെ വന്ന് കാണാറുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അവർക്ക് അത്രയും ബുദ്ധിയുണ്ട്, അന്യസംസ്ഥാന സ്ത്രീകൾക്ക് അത്രയും ബുദ്ധിയുണ്ട്. അങ്ങോട്ടൊക്കെ ആണെങ്കിൽ കൂടുതലും പഠിപ്പും വിദ്യാഭ്യാസവും ഒന്നും ഇല്ലാത്തവരാണ്. അപ്പോൾ അവർക്ക് ഇത്രയും ബുദ്ധി ഉണ്ടെങ്കിൽ നമ്മളെപ്പോലുള്ള എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പെണ്ണുങ്ങൾക്ക് എങ്ങനെയൊക്കെ നമുക്ക് ബുദ്ധി പ്രയോഗിക്കാം, എങ്ങനെയൊക്കെ ജീവിക്കാം എന്നത് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേനെടുത്തങ്ങ് തൂങ്ങി മരിക്കുന്ന ഒരു ഇതാണ്. അപ്പം നിങ്ങൾ നിനക്കങ്ങനെ ഇരുന്ന് പറയാമെന്ന്. ഞാൻ ഒരുപാട് കടന്ന് എൻ്റെ ജീവിതത്തിൽ ഞാൻ എടുത്ത തെറ്റായ തീരുമാനത്തിൽ ഞാൻ ഒരുപാട് കടന്ന് അനുഭവിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഞാൻ ആ സമയത്ത് എടുത്ത് ചാടി ആത്മഹത്യ ചെയ്ത്, എൻ്റെ അനുഭവം വെച്ച് വേറെ ആരാണെങ്കിലും സൂയിസൈഡ് ചെയ്യത്തുള്ളൂ. പക്ഷെ എനിക്ക് മക്കളുണ്ട്. അപ്പം മക്കളെ എങ്ങനെയെങ്കിലും നന്നായിട്ട് ജീവിക്കണം. കാരണം ഞാൻ ജന്മം കൊടുത്തു, അപ്പോൾ അവർക്ക് ഈ ഭൂമിയിൽ നന്നായിട്ട് ജീവിക്കണം. കൊച്ചു കുട്ടികളാണ്. അപ്പോൾ ഞാൻ അവരുടെ നല്ല സമയങ്ങൾ, ഞാൻ അവരുടെ നല്ല ഒരു ജീവിതത്തിന് ഞാനായിട്ട് ഇല്ലാതായി കളയാതെ ഞാൻ വെയിറ്റ് ചെയ്തു. ഞാൻ സമയമെടുത്തു. ഞാൻ വെയിറ്റ് ചെയ്തു. ഒരു പ്രശ്നം വന്നെങ്കിൽ അത് അതിൻ്റെ പ്രശ്നത്തിന് ആ ഒരു വഴി അങ്ങ് പോവും. എന്തൊക്കെ പ്രശ്നം വന്നാലും
നമുക്ക് സമയം കൊടുക്കുക, അല്ലാതെ എടുത്ത് ചാടി ഓരോ ചെയ്യല്ലേ. എല്ലാം മാറി വരും, എല്ലാം മാറി വരും. ഇപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മുടെ അച്ഛനും അമ്മയും നമ്മളെ പൂർണ്ണമായിട്ടും അങ്ങ് തള്ളിക്കളയും, പൂർണ്ണമായിട്ട് നമ്മളെ ഉപേക്ഷിക്കും. അവരുടെ വിഷമം കൊണ്ട് അവരെന്തെങ്കിലുമൊക്കെ പറയും. അപ്പോൾ അവർ പറയുമ്പോൾ നമ്മളെടുത്ത് ഞാൻ അവർക്കൊരു ബാധ്യതയാണ് ഇങ്ങനെയൊക്കെ എന്ന് പറഞ്ഞിരിക്കാതെ നമ്മൾ അവരുടെ വിഷമം പറയുന്നു, നമ്മളത് കാര്യമാക്കണ്ട. നമ്മൾ ചിലപ്പോഴൊക്കെ വിഷമം വരും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, വിഷമം വരും, സങ്കടം വരും, ഞാനായിട്ട് എന്തിനിങ്ങനെ ഈ ജീവിതത്തിൽ ഈ ലോകത്ത് ജീവിക്കുന്നു എന്നൊക്കെ തോന്നും. പക്ഷെ നമ്മൾ അവിടെ നിന്ന് എഴുന്നേറ്റ് വരണം. നമ്മുടെ മക്കൾക്ക് വേണ്ടി ജീവിക്കണം. ഇപ്പം മക്കളൊന്നും ഇല്ല എങ്കിൽ, കുട്ടികളില്ലാത്ത ഇതാണ്, അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ പറ്റില്ലെങ്കിൽ ആ സ്പോട്ടിൽ അവിടെ നിന്ന് ഇറങ്ങണം. നമുക്ക് സ്വന്തമായിട്ട് ഒറ്റയ്ക്ക് ജീവിക്കുന്ന എത്രയോ പെണ്ണുങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇനി ആത്മഹത്യ ചെയ്യാൻ ഇങ്ങനെ പ്രവണത ആയിട്ടിരിക്കുന്നവരോട് എനിക്ക് പറയാവുന്ന ഒന്നേ ഉള്ളൂ, നമ്മുടെ ജീവിതം നമ്മുടെ കയ്യിലാണ്. ആർക്ക് വേണ്ടി നശിപ്പിച്ച് കളയരുത്. ഇപ്പം നമ്മളെ ഹസ്ബൻഡ് നമ്മളെ അടിക്കുന്ന അയാളുടെ കൂടെ ജീവിക്കാൻ പറ്റുന്നില്ല എങ്കിൽ നമ്മൾ മരിക്കുകയല്ല ചെയ്യേണ്ടത്, അവിടെ നിന്ന് ഇറങ്ങി പോരുക. അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല എങ്കിൽ അങ്ങനെയാണെങ്കിൽ ഇനി തിരികെ എത്തണം, തിരികെ വരണം. അല്ല അവരുടെ വീട്ടിൽ ചെന്ന് അവരുടെ അടിമപ്പണിയും ചെയ്ത് ഒരടിയിടിയും കൊണ്ടിരിക്കുന്നതല്ല. ഇപ്പം മരിച്ചു കഴിഞ്ഞാൽ ഒരു വർഷമോ കഴിയുമ്പോൾ അയാൾ വേറെ കല്യാണം കഴിക്കും, എന്നിട്ട് അയാൾ ഇത് തന്നെ തുടർന്നുകൊണ്ടിരിക്കും. നല്ല അഹങ്കാരിയും നല്ല തൻ്റെയുള്ള പെണ്ണുങ്ങളാണെങ്കിൽ അവിടെ വെച്ച് തന്നെ അവൻ്റെ ഈ പരിപാടികളൊക്കെ അങ്ങ് നിന്നോളും. തൻ്റെയുള്ള പെണ്ണുങ്ങളും ഉണ്ട്, നമ്മൾ തൻ്റെയിടം കാണിക്കണം. പെണ്ണുങ്ങൾ നല്ല ഒരു ഈ വുമൺ എംപവർമെൻ്റ് എന്നൊക്കെ പറഞ്ഞപ്പോൾ സ്ത്രീകൾക്ക് ഭയങ്കര ഒരു ഇതാണ്, ഒത്തിരി അവസരങ്ങളുണ്ട്. അപ്പം നമ്മൾ ഇറങ്ങിത്തിരിക്കുക, വിജയിക്കും, ഒരു നാൾ വിജയിക്കും. നമ്മൾ ഇടിപടി നേരത്തിങ്ങനെ ചാകുന്നതല്ല, മരിക്കുന്നതല്ല. ഇത്രേ പറയാനുള്ളൂ. ആരില്ലെങ്കിലും ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. ദൈവം അറിയാതെ ഒന്നും നടക്കത്തില്ല. നമ്മൾ ജീവിച്ച് കാണിച്ചു കൊടുക്കുക. അപ്പം ഇരുന്നുകൊണ്ട് നമ്മുടെ ഒരു വിജയം കണ്ടിട്ട് ഒത്തിരി പെൺകുട്ടികൾ അങ്ങനെ ജീവിക്കുന്നുണ്ട്. ടോക്സിക് ആയിട്ടുള്ളതും ഇങ്ങനെ മാനസിക രോഗമുള്ള ഭർത്താക്കന്മാരുടെ, അതായത് നിരന്തരം പണത്തിന് വേണ്ടിയിട്ട് ശല്യപ്പെടുത്തി ഇടിക്കുകയൊക്കെ ചെയ്യുന്ന ഭർത്താക്കന്മാരിൽ നിന്ന് രക്ഷപ്പെട്ട് വന്ന് ജീവിക്കുന്ന ഒത്തിരി പെൺകുട്ടികളുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ നമുക്കും നമ്മളെക്കൊണ്ടും പറ്റും. നമ്മളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കരുത്. ഒരു പരിധി വരെയൊക്കെ നോക്കാം, ഇന്ന് മാറും നാളെ മാറും എന്നൊക്കെ പറഞ്ഞ് കുറച്ച് സമയം കൊടുത്ത് നോക്കാം. ഈ ഒരു വീട്ടുകാരൊക്കെ പറയുന്നത് പോലെ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത്, അവർ പറയുന്നത് അതാണ്. അവർ വിചാരിക്കുമോ ഇവളെന്തെങ്കിലും ഇപ്പോൾ 2 കൈ കൊണ്ട് അടിച്ചാൽ മാത്രമേ സൗണ്ട് ഉണ്ടാകൂ എന്ന് പറയുന്നത് പോലെ പറയുമ്പോൾ നമ്മളത് തിരിച്ച് പറയാതിരിക്കില്ലല്ലോ. അങ്ങനെയും ഒരു ഇതുണ്ട്. അപ്പം ഇങ്ങനെ കുറേയൊക്കെ ക്രൂരമായിട്ടൊക്കെ ഈ ഉപദ്രവിക്കുന്നത്, ബെൽറ്റ് കൊണ്ടും ഈ മുടി കത്തിച്ച് മണപ്പിക്കുന്നവരും, അല്ലെങ്കിൽ നമ്മളെ വേദനിപ്പിച്ച് ആനന്ദം കണ്ടെത്തുന്ന അങ്ങനെയുള്ള മാനസിക രോഗികളിൽ നിന്നൊക്കെ നമ്മൾ രക്ഷപ്പെട്ട് വരണം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അല്ലാതെ അച്ഛനും അമ്മയ്ക്കും ഒരു വാട്സപ്പ് മെസ്സേജ് അയച്ചിട്ട് മരിക്കുന്നതല്ല അവിടെ ചെയ്യാനുള്ളത്. നമ്മൾ ഇറങ്ങിപ്പോരുക, ധൈര്യപൂർവ്വം ഇറങ്ങി വരിക, ജീവിച്ച് കാണിച്ചു കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. നമ്മളെ കൊണ്ട് സാധിക്കും. മനുഷ്യനെ കൊണ്ട് പറ്റാത്തതായിട്ടൊന്നുമില്ല. ഓക്കെ ഗൈസ്.